നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 മെയ് മാസം 5-ാം തീയതി 1200-ാം ആണ്ട് മേടമാസം 22-ാം തീയതി തിങ്കളാഴ്ച. ഇന്ന് തിങ്കളാഴ്ചയാണ്. ആയില്യം നക്ഷത്രം ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നോക്കുമ്പോൾ തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ നല്ല ദിവസമാണ്, ചന്ദ്രൻ്റെ ദിവസമാണ്. സൂര്യചന്ദ്രന്മാരിൽ ചന്ദ്രൻ എല്ലാ ശുഭകാര്യങ്ങൾക്കും കൊള്ളാവുന്ന ഒരു ദിവസമാണ് തിങ്കളാഴ്ച. പക്ഷേ ആയില്യ നക്ഷത്രം ശുഭനക്ഷത്രമല്ല. അപ്പോൾ നക്ഷത്രം അത്ര കണ്ട് നല്ല നക്ഷത്രം അല്ല. അതുകൊണ്ട് ഇന്ന് സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ആകിലും നമുക്ക് മാറ്റിക്കൊണ്ടു പോകാൻ പറ്റുമെങ്കിൽ ഓരോ കാര്യങ്ങൾ മാറ്റി കൊണ്ടുപോകുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പ്രധാനമായിട്ട് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, മേടമാസത്തിലെ ആയില്യ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ പല തരത്തിലുള്ള ഗുണഫലങ്ങൾ സിദ്ധിക്കുന്ന ഒരു വർഷമാണ് നിങ്ങൾക്കെന്നറിയുക. കാരണം ചന്ദ്രൻ്റെ ദിവസമാണ് വന്നിരിക്കുന്നത്. അത് ഗ്രഹം വയ്ക്കാനോ അല്ലെങ്കിൽ വാഹനം വാങ്ങാനോ വിദേശ യാത്ര ചെയ്യാനോ വിദേശത്ത് പഠിക്കാൻ പോകാനോ ഒക്കെ അനുകൂലപ്രദമായ ഒരു സമയമാണ് നിങ്ങൾക്കെന്നറിയുക. നിങ്ങൾ ഈ ഒരു വർഷക്കാലം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കണം. അപ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്ന ഒരു ബർത്ത്ഡേ വന്ന ദിവസത്തെയും കൂടി ആസ്പദമാക്കിക്കൊണ്ട് നിങ്ങൾ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങണം. വീട് വെക്കാനോ വസ്തു മേടിക്കാനോ അതുപോലെ വിദേശ യാത്രയ്ക്കോ മറ്റ് ജോലിക്ക് പുറത്തു പോകാനോ ഒക്കെ ശ്രമിച്ചാൽ അനുകൂലപ്രദമായി വരുന്ന കാലഘട്ടമാണ്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് ദിവസം കൊള്ളൂല എന്ന് പറഞ്ഞു കുറച്ച് ശ്രദ്ധിച്ച് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ദിവസത്തെ കാര്യമേ ഉള്ളൂ. പക്ഷേ നമുക്കൊരു വർഷത്തെ ഫലം നോക്കുമ്പോൾ നല്ലതാണ്. അപ്പോൾ നമുക്കിന്ന് രാവുകാലം നമ്മളെപ്പോഴും നോക്കുമ്പോൾ രാവുകാലത്തിന് വളരെ പ്രാധാന്യം കൊടുക്കും. 7 മണി മുതൽ 9 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 7:42 തൊട്ട് 9:15 വരെയാണ് രാവുകാല സമയം. ഈ സമയം യാത്രയ്ക്ക് മാറ്റിവെക്കുക. അപ്പോൾ യാത്രയ്ക്ക് ഈ സമയം നല്ലതല്ല. അതുപോലെ തന്നെ നമുക്ക് യമകണ്ഠ കാലവും ഗുളിക കാല സമയവും, ഈ 2 സമയവും പ്രപഞ്ചം ഈ 2 പേർക്കായിട്ട് അനുവദിച്ച് കൊടുത്തിരിക്കുന്ന സമയമാണ്. രാവുകാലം യാത്രയ്ക്ക് മാത്രമേ ബാധകമുള്ളൂ. മറ്റ് 2 സമയവും ഒരു ശുഭകാര്യങ്ങൾക്കും നല്ലതല്ല. അതിൽ ഗുളിക കാല സമയം വരുന്നത് 1:54 തൊട്ട് 3:27 വരെയും യമകണ്ഠ കാല സമയം വരുന്നത് 10:48 തൊട്ട് 12:21 വരെയും. അപ്പോൾ ഇന്നത്ര നല്ല ദിവസമല്ല എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വന്നാൽ അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കണം. അഭിജിത്ത് മുഹൂർത്തം 11:57 തൊട്ട് 12:45 വരെ 48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. ഇതിലൊരു 4 മിനിറ്റ് കൊള്ളാതെ വരും എന്നുള്ളത് ഒഴിച്ച് അഭിജിത്ത് മുഹൂർത്തം നമുക്ക് എന്ത് ശുഭകാര്യങ്ങൾക്കും എടുക്കാം. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമുക്ക് വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. പേളിൻ്റെ കളറിലുള്ളതോ വൈറ്റ് ആയിട്ടുള്ളതോ വസ്ത്രധാരണം നടത്തുന്നത് നമുക്ക് ഭാഗ്യദായകമായ അവസ്ഥയ്ക്ക് ഇടവരുത്തും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.